ഹലോ ലേണപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിന്റെ 7ാമത്തെ ചാപ്റ്റർ ഇൻസൈഡ് നമ്പേഴ്സ്, സംഖ്യക്കുള്ളിൽ. ഫസ്റ്റ് ടോപ്പിക്, കളർ ദ ബോക്സസ്. നിറം നൽകാം. അരുൺ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആർ ഡിസൈനിങ് ദ കവർ പേജ് ഓഫ് എ മാത്സ് ക്ലബ് മാഗസിൻ. Needu suggested drawing colored squares in rows and column. They decided to color all squares in a first row. Ramya suggested coloring only alternate squares in the second row. Salma said, let's color only every third row in the third row. What about the fourth and fifth rows? See how the squares are colored in the first 4 rows. Can you find the squares left to color and complete the design? അപ്പം എന്താ, ഗണിത ക്ലബിന് നിർമ്മിക്കുന്ന ഒരു ഗണിത മാസികയുടെ പുറം ചേട്ട നിർമ്മിക്കുകയാണ് കൂട്ടുകാരെല്ലാം കൂടെ. അപ്പൊ ഇവിടെ ഒരു കളർ ചെയ്യാനുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാം അത് കളർ ചെയ്ത് ഫില്ല് ചെയ്യുക. മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ചിത്രം കളർ ചെയ്തല്ലേ. അപ്പൊ നമുക്ക് ഇതാഴത്തെ ചോദ്യങ്ങൾ നോക്കാം. വിച്ച് ആർ ദി സ്ക്വയേഴ്സ് കളേർഡ് ഇൻ ദ സെക്കൻഡ് റോ? സെക്കൻഡ് റോയിൽ ഏതൊക്കെ വരികളാണ് കളർ ചെയ്തിരിക്കുന്നത്? 2, 4, 6. വിച്ച് ആർ ദി സ്ക്വയേഴ്സ് ആർ കളേർഡ് ഇൻ ദ തേർഡ് റോ? 3, 6, 9. മൂന്നാം വരിയിലെ നിറം നൽകിയിട്ടുള്ള ഏതെല്ലാം കളങ്ങളിലാണ്? 3, 6, 9. മൂന്നാമത്തെ നിരയിൽ നിറം കൊടുത്തിട്ടുള്ളത് ഏതെല്ലാം കളങ്ങളിലാണ്? 1, 3, 6, 9, etc. ടൈംസ്. വിച്ച് ആർ ദി സ്ക്വയേഴ്സ് ആർ കളേർഡ് ഇൻ ദ 6th കോളം? ആറാമത്തെ നിരയിൽ നിറം നൽകിയ കളങ്ങൾ ഏതൊക്കെയാണ്? 6, 12, 18, etc. ടൈംസ്. വിച്ച് ആർ ദി സ്ക്വയേഴ്സ് ആർ കളേർഡ് ഇൻ ദ 8th കോളം? എട്ടാമത്തെ നിരയിൽ നിറം കൊടുത്തിട്ടുള്ളത് ഏതൊക്കെ കളങ്ങളിലാണ്? 8, 16. ഇൻ വിച്ച് കോളം ആർ ഓൺലി 2 സ്ക്വയേഴ്സ് ആർ കളേർഡ്? 2 കളങ്ങളിൽ മാത്രം നിറം നൽകിയിട്ടുള്ളത് ഏതെല്ലാം നിരകളിലാണ്? 2, 4, 6, 8. വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ദീസ് നമ്പേഴ്സ് പാറ്റേൺ? 2, 4, 6, 8 എന്നീ സംഖ്യാക്രമത്തിന് എന്ത് പ്രത്യേകതയാണ് ഉള്ളത്? ഇവയെല്ലാം 2നോട് 2 വീതം തുടർച്ചയായി കൂട്ടിക്കിട്ടുന്ന സംഖ്യകളാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ 1, 2, 3 തുടങ്ങിയ സംഖ്യകളെ 2 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യകളാണിവ. 2, 4, 6, 8 തുടങ്ങിയവയെല്ലാം the multiples of 2. See the third row. The squares colored 3, 6, 9, 12. These are the numbers obtained by multiplying 1, 2, 3 by 3. These are multiples of 3. Let us write some multiples of 1 to 10 in this table. 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ ഗുണിതങ്ങളുടെ പട്ടിക എഴുതി നോക്കൂ. ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് പട്ടികയിൽ നിന്നും ഉത്തരം കണ്ടെത്തൂ. 10 is a multiple of which all numbers? 10 ഏതെല്ലാം സംഖ്യകളുടെ ഗുണിതമാണ്? 10, 10ന്റെ 20, 30, 40, 50, 60, 70, 80 മുതൽ 100 വരെ. Which of the numbers are multiple of 1? 1ന്റെ ഗുണിതമായി വരുന്ന സംഖ്യകൾ ഏതെല്ലാമാണ്? 1 മുതൽ 10 വരെയുള്ള എല്ലാ സംഖ്യകളും 1ന്റെ ഗുണിതങ്ങളാണ്. Which of the numbers are multiple in both 2 and 3? 2ന്റെയും 3ന്റെയും ഗുണിതങ്ങളായിട്ട് വരുന്നവ ഏതൊക്കെയാണ്? 6, 12, 18. ഇത്രയും സംഖ്യകളാണ് 2ന്റെയും 3ന്റെയും ഗുണിതമായി വരുന്നവ. 56 7ന്റെ ഗുണിതമാണോ? അതെ അല്ലേ. Is 56 a multiple of 7? 8 into 7 equal to 56. Which of the numbers are common among the multiple of 5 and 10? 5നും 10നും പൊതുവായി വരുന്ന ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 10, 20, 30, 40, then 50. What is the least multiple of 8? 8ന്റെ ഏറ്റവും ചെറിയ ഗുണിതം ഏതാണ്? 8 അല്ലേ. If every number the least multiple of itself. ഏത് സംഖ്യയുടെയും ഏറ്റവും ചെറിയ ഗുണിതം അത് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Write 4 multiples of each of the numbers 12, 20, 36 and 45. 12, 20, 36, 45 എന്നീ സംഖ്യകളുടെ 4 വീതം ഗുണിതങ്ങൾ എഴുതുക. 2 into 6, 12, 6 into 2, 12, 3 into 4, 12, 4 into 3, 12. Next 20, 10 into 2, 20, 2 into 10, 20, 5 into 4, 20, 4 into 5, 20. And then 36, 6 into 6, 36, 12 into 3, and 3 into 12, 4 into 9, 36, 9 into 4, 36. Next 45, 9 into 5, 45, 5 into 9, 45. Next problem.
Ansi and Anna are placing hurdles in a track for the school sport meet. Hurdles are placed 12 meters apart from the starting point, right order in distance to each hurdle from the starting line. സ്കൂൾ കായികമേളയുടെ ഭാഗമായി ട്രാക്കിൽ ഹർഡിലുകൾ സ്ഥാപിക്കുകയാണ് ആൻസിയും അന്നയും. മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ 11 മീറ്റർ ഇടവിട്ടാണ് ഹർഡിലുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. മത്സരം ആരംഭിക്കുന്ന സ്ഥലത്തു നിന്നും ഓരോ ഹർഡിലുകളും ദൂരം ക്രമമായി എഴുതുക. അപ്പൊ ഇങ്ങനെ 11 മുതലാണ്. അപ്പൊ 11, 22, 33, 44, 55, 66, 77 11 വീതം കൂടി വരുന്ന രീതിയിലായിരിക്കും പാറ്റേൺ പോവുക. റസിയ ക്ലൈംബിംഗ് ദ സ്റ്റെയർസ് ഇൻ എ ബിൽഡിംഗ്. ദ ഹൈറ്റ് ഓഫ് ഈച്ച് സ്റ്റെപ്പ് ഈസ് 25 സെന്റിമീറ്റർ. ഫൈൻഡ് ഔട്ട് ദ ഹൈറ്റ് ടു ഈച്ച് സ്റ്റെപ്പ് ഫ്രം ദ ഗ്രൗണ്ട് ഇൻ സെന്റിമീറ്റേഴ്സ്. ഒരു കെട്ടിടത്തിന്റെ ഗോവണിപ്പടി കയറുകയാണ് റസിയ. ഓരോ പടിയുടെയും ഉയരം 25 സെന്റിമീറ്റർ ആണ്. എങ്കിൽ തറനിരപ്പിൽ നിന്നും ഓരോ പടിയിലേക്കുമുള്ള ഉയരം എത്ര സെന്റിമീറ്റർ ആണ്? അപ്പൊ ഫസ്റ്റ് 0, 25, 50, 75, 100, 125, 150, 175, 200 25 വീതം കൂടി പോകും. ലെറ്റ്സ് മെഷർ. അളന്നെടുക്കാം. Najim and Manoj are measuring milk. Najim has a measuring jar of 2 liters and Manoj has a measuring jar of 5 liters. അപ്പോൾ മനോജും നജീമും പാൽ അളന്നെടുക്കുകയാണ്. നജീമിന്റെ കയ്യിൽ 2 ലിറ്റർ കൊള്ളുന്ന അളവ് പാത്രവും മനോജിന്റെ കയ്യിൽ 5 ലിറ്റർ കൊള്ളുന്ന അളവ് പാത്രവുമാണുള്ളത്. നജീം and measure 2 liters, 4 liters, 6 liters, 8 liters, 10 liters and also write. Similarly, Manoj can measure 5, 10, 15, 20, etc. Can both of them measure out of 2 liters of milk? What about the 5 liter? നജീബും മനോജും 2 ലിറ്റർ പാൽ അളന്നെടുക്കാൻ കഴിയുമോ? 5 ലിറ്ററോ? 2 പേർക്കും അളന്നെടുക്കാൻ കഴിയുന്ന അളവ് ഏതാണ്? നജീബിന് 2 ലിറ്ററും മനോജിന് 5 ലിറ്ററും അളന്നെടുക്കാമല്ലേ? The quantities of Najim can measure out are 2, 4, 6, 8, 10, 12, 14, 16, 18. Similarly, Manoj can measure 5, 10, 15, 20, 25 and so on. From these, we see that both of them can measure out of 10 liters. The other quantities both can measure out of 20 liters, 30 liters, 10 liters. 2 പേർക്കും അളക്കാൻ കഴിയുന്ന മറ്റളവുകൾ ഏതൊക്കെയാണ്? 20 ലിറ്റർ, 30 ലിറ്റർ, 40 ലിറ്റർ. ഡിവിഷൻ ബൈ 4, 4 കൊണ്ടുള്ള ഹരണം. Can we divide 535 exactly by 4? No, because 535 is an odd number. What about 536? Without actual division, how can we decide 536 equal to 500 plus 36? 100 is a multiple of 4 and 500 is also a multiple of 4. 36 also a multiple of 4 and 536 also a multiple of 4. Since 100, 1000, 10,000 all are the multiples of 4. To verify whether the number is multiplied of 4, we need to check whether the number formed by the last 2 digits is multiple of 4 or not. 535നെ 4 കൊണ്ട് നിശേഷം ഹരിക്കാമോ? ഇല്ലല്ലേ. 536 ആണ് എങ്കിൽ ഹരിക്കാമല്ലേ. 100 4ന്റെ ഗുണിതമായതുകൊണ്ട് 500ഉം 4ന്റെ ഗുണിതമാണ്. 36 4ന്റെ ഗുണിതമാണോ? അപ്പോൾ 536 4ന്റെ ഗുണിതമാകും. 1000, 100, 10000 തുടങ്ങിയ 4ന്റെ ഗുണിതങ്ങളായതുകൊണ്ട് ഒരു സംഖ്യ 4ന്റെ ഗുണിതമാണോ എന്ന് നോക്കാൻ അവസാനത്തെ 2 അക്കങ്ങൾ ചേർന്ന സംഖ്യ 4ന്റെ ഗുണിതമാണോ എന്ന് നോക്കിയാൽ മതി. നെക്സ്റ്റ് ടോപ്പിക് കോമൺ മൾട്ടിപ്പിൾ, പൊതുഗുണിതം. അപ്പൊ കുറച്ചുമുമ്പേ നമ്മൾ കണ്ടു നജീമിന്റെയും മനോജിന്റെയും മെഷർ ചെയ്യുന്ന ജാറുകള് 2ഉം 5ഉം ആയിരുന്നു. അപ്പൊ അതിനു പകരം അത് 3 ലിറ്ററും 4 ലിറ്ററും ആണെങ്കിലോ? യൂസിംഗ് ദ 3 ലിറ്റർ ജാർ വി ക്യാൻ മെഷർ out of 3 liter, 6 liter, 9 liter, 12 liter and so on. 3, 6, 9 are the multiples of 3. Similarly, using 4 liter jar, the quantities which can measure out of 4 multiples of 4. Hence, the quantities that can be measured out using the both these are the multiple of both 3 and 4. 12, 24, 36 എന്നീ സംഖ്യകളെ 3ന്റെയും 4ന്റെയും പൊതുഗുണിതങ്ങൾ എന്നാണ് പറയുക. 12, 24, 36 are the common multiples of 3 and 4. Among 12 is least. അതുകൊണ്ട് 12ന്റെയും 3ന്റെയും 4ന്റെയും പൊതുഗുണിതം ഏറ്റവും ചെറിയ പൊതുഗുണിതം എന്ന് പറയാം. ഇതുപോലെ 6ന്റെയും 8ന്റെയും ചെറിയ പൊതുഗുണിതം കണ്ടെത്താം. How we find out the least common multiples of 6 and 12? Multiples of 6.
6, 12, 18, 24, 30, 36, 42, 48. Multiples of 8, 8, 16, 24, 32, 40, 48. 4. These are common multiples of 6 and 8, 24, 48, 72. 24 is the least among this. It is the least common multiple. അപ്പൊ നമ്മളിവിടെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് കണ്ടുപിടിച്ചത്. അപ്പൊ 6ന്റെയും 8ന്റെയും കോമൺ മൾട്ടിപ്പിൾസ് എങ്ങനെ കണ്ടെടുത്താം? ആദ്യം നമ്മൾ 6ന്റെ മൾട്ടിപ്പിൾസ് എഴുതുക, പിന്നെ നമ്മൾ 8ന്റെ മൾട്ടിപ്പിൾസ് എഴുതുക, എന്നിട്ട് ഇതിന്റെ അതിനാണ് കോമൺ ആയിട്ട് വരുന്നവയെ എടുത്ത് എഴുതുക. അതാണ് കോമൺ മൾട്ടിപ്പിൾസ്. ഇതിൽ ഏറ്റവും ചെറുത് ഏതായിരിക്കും? അതായിരിക്കും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. നെക്സ്റ്റ് ടോപ്പിക് മൾട്ടിപ്പിൾസ് ഓഫ് മൾട്ടിപ്പിൾസ്, ഗുണിതങ്ങളുടെ ഗുണിതം. Write down natural numbers starting from 1 and circle the numbers which are multiple of 2. 1 മുതൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ എഴുതി 2ന്റെ ഗുണിതങ്ങൾക്ക് ചുറ്റും വട്ടം വരയ്ക്കുക. അപ്പൊ 2ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെ വരും? 2, 4, 6, 8, 10, 12 എക്സെട്ര. ഇതിൽ 4ന്റെ ഗുണിതങ്ങൾ ചതുരത്തിനകത്താക്കുക. നെക്സ്റ്റ് ഡ്രോ സ്ക്വയർ അറൌണ്ട് ദ മൾട്ടിപ്പിൾ ഓഫ് 4. 2ന്റെ ഗുണിതങ്ങളെ 4ന്റെ ഗുണിതങ്ങളുടെ ചതുരം വരയ്ക്കുക. ഹിയർ all the numbers in squares are in circle also. That is, multiple of 4 are all multiple of 2 also. On the other hand, is very multiple of 2 and multiple of 4 also. ഇവിടെ ചതുരത്തിനകത്തുള്ള സംഖ്യകളെല്ലാം വട്ടത്തിനകത്തുമാണ്. അതായത് 4ന്റെ ഗുണിതങ്ങളെല്ലാം 2ന്റെയും ഗുണിതങ്ങളാണ്. തിരിച്ച് 2ന്റെ ഗുണിതങ്ങളെല്ലാം 4ന്റെ ഗുണിതങ്ങളാണോ? ഇനി 3ന്റെ ഗുണിതങ്ങളെല്ലാം 2ന്റെ ഗുണിതമാണോ എന്ന് നോക്കാം. മുമ്പ് ചെയ്തതുപോലെ 2ന്റെ ഗുണിതങ്ങളെ വട്ടത്തിലും 3ന്റെ ഗുണിതങ്ങളെ ചതുരത്തിലുമാക്കി വരയ്ക്കുക. 1, 2, 3, 4, 5, 6, 7 എന്ന് എഴുതിയതിൻ്റെ അകത്ത് 2ന്റെയും 3ന്റെയും ഗുണിതം. അപ്പൊ 2, 3, 4, 6, 8, 9, 10, 12. From this we can see that the every multiple of 3 is a multiple of 2. Also, not every multiple of 2 is a multiple of 3. Now, next topic, factors, ഘടകങ്ങൾ. 6 is a multiple of 2. Another way of the saying that is 2 is a factor of 6. 2ന്റെ ഗുണിതമാണ് 6. ഇതിനെ മറ്റൊരു രീതിയിൽ 6ന്റെ ഘടകമാണ് 2 എന്നും പറയാം. 6 is a multiple of 3. 3 is a factor of 6. That is 2 and 3 are the factor of 6. Suppose we want to check whether 45 is a multiple of 3. 3 should be multiplied by what do we get 45? We need only divide 45 by 3. 45 by 3 equal to 15. This is show that 15 into 3 equal to 45. Therefore, 45 is a multiple of 3. From this, we can see that the 3 is a factor of 45. 3ന്റെ ഗുണിതമാണ് 6. 6ന്റെ ഘടകമാണ് 3. അതായത് 2ഉം 3ഉം 6ന്റെ ഘടകങ്ങളാണ്. 3ന്റെ ഗുണിതമാണോ 45 എന്ന് നോക്കാം. 3നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 45 കിട്ടും? 3നെ 45നെ 3 കൊണ്ട് ഹരിച്ചാൽ 15 കിട്ടും. അപ്പൊ 15 × 3 എത്രയായിരിക്കും? 45 ആയിരിക്കും. അപ്പോൾ 3ന്റെ ഗുണിതമാണ് 45. ഇതിനെ 45നെ ഒരു ഘടകമാണ് 3 എന്നും കാണാം. Let's draw a rectangle. ചതുരം നിർമ്മിക്കാം. 12 is a multiple of 2 and 6. So, 2 and 6 are factors of 12. 2ന്റെയും 6ന്റെയും ഗുണിതമാണ് 12. 12ന്റെ ഘടകം ആണ് 6ഉം 2ഉം. Does 12 have any other factors? How do we find out? Cut out 12 squares of the same size. In what all ways can we arrange these 12 squares to construct different rectangles? Look at the pictures of these are arranged in the single row. What if they arrange them in 2 rows? 2 into 6. First row 1 into 12. Second row അതിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാം? 2 into 6 എന്ന്. We can also arrange in 3 rows. 3 റോസിലായിട്ട് വരുമ്പോൾ ഈ 12 എണ്ണത്തെ എങ്ങനെ അറേഞ്ച് ചെയ്യാം? 3 into 4. Any other way to make a rectangle? From the rectangles we see that 1, 2, 3, 4, 5, 6, 5 ഇല്ല. 1, 2, 3, 4, 6, 12 and all factors of 12. Similarly, find out the factors of 24 and write them down. 24 is equal to 1 into 24. 24 is equal to 2 into 24. 24 equal to
2 into 12 equal to 24. 24 equal to 3 into 8, 24. 24 is equal to 4 into 6. 24 is equal to. Next topic, without division. ഹരിച്ചു നോക്കാതെ. From the numbers below, pick out those for which 10 is a factor, those which 5 is a factor, and those for which 2 is a factor. Write them in the circle. ചുവടെ കൊടുത്തുള്ള സംഖ്യകളിൽ നിന്ന് 10 ഘടകമായിട്ടുള്ളവ, 5 ഘടകമായിട്ടുള്ളവ, 2 ഘടകമായിട്ടുള്ളവ എന്നിവ കണ്ടെത്തി അതത് വട്ടത്തിനകത്ത് എഴുതുക. 10ന്റെ ഫാക്ടേഴ്സ് ഇതിൽ ഏതൊക്കെയാണ്? 50, 40, 70, 10, 20. 5ന്റെ ഘടകമായിട്ടുള്ളവയോ 45, 25, 50, 20, 25, 10, 5. 2ന്റെ ഘടകമായിട്ടുള്ളവ 10, 8, 6, 20, 12, 70, 14, 28, 40, 18, 50. ഓരോ വട്ടത്തിലെയും സംഖ്യകൾ പൊതുവായി എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? 10, 5, 2 എന്നീ സംഖ്യകൾ ഘടകമായി വരുന്ന മറ്റു സംഖ്യകൾക്കും ഈ പ്രത്യേകതകൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക. ഹൗ ഡു വി ചെക്ക് വെദർ 3 is a factor of a number? ഇതുപോലെ ഒരു സംഖ്യയുടെ ഘടകമാണ് 3 എന്ന് എങ്ങനെ കണ്ടെത്തും? The number with 3 as a factor are 3, 6, 9, 12 and so on. 3 ഘടകമായി വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 3, 6, 9, 12, 15, 18. അപ്പം 3 ഒരു സംഖ്യയുടെ ഫാക്ടർ ആണ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഒരു സംഖ്യ തന്നിട്ടുണ്ടെങ്കിൽ ആ സംഖ്യയുടെ തുക എന്ന് പറയുന്നത് 2 സംഖ്യകളുണ്ടെങ്കിൽ അതിന്റെ തുക, അല്ലെങ്കിൽ ഒരു സംഖ്യ ആണെങ്കിൽ അതിന്റെ തുക 3ന്റെ ഗുണിതമായിരിക്കും. 3ഓ അതിന്റെ ഗുണിതമോ ആയിരിക്കും. സിമിലർലി വാട്ട് ഈസ് ദ ഡിജിറ്റൽ റൂട്ട് ഓഫ് ദി നമ്പേഴ്സ് ഫോർ വിച്ച് 9 ഈസ് എ ഫാക്ടർ? ഇപ്പൊ 9 ആണെങ്കിലോ 9ഓ 9ന്റെ ഗുണിതങ്ങളോ ആയിരിക്കും അക്കങ്ങളുടെ തുക. ഫോർ ഈച്ച് നമ്പർ ഇൻ ദ ടേബിൾ ബിലോ പുട്ട് ടിക്ക് മാർക്ക് ഓൺ ദി ഫാക്ടർ ഇൻറ്റു മാർക്ക് ഇഫ് നോട്ട് എ ഫാക്ടർ. ചുവടെ കൊടുക്കുന്ന സംഖ്യകളിൽ വരുന്ന ഘടകമായി വരുന്നവയ്ക്ക് നേരെ ശരി ചിഹ്നവും അല്ലാത്തവയ്ക്ക് നേരെ ഇൻറ്റു അടയാളവും രേഖപ്പെടുത്തുക. 12 ഏതിന്റെയൊക്കെ ഗുണിതങ്ങൾ ഫാക്ടർ ആണ്? 2, 3, 35. 35 എന്ന് പറയുന്നത് ഏതിന്റെയൊക്കെ ഗുണിതമാണ്? 35 is a factor of 5 and 9. 30 is a factor of 3, 5, 10 and 2. 55 is a factor of 5. 16 is a factor of 2, 5. Next topic, composite and prime number. ഭാജ്യവും അഭാജ്യവും. 30 is exactly divisible by 1 and 13. If there is any other number which is divisible by 30 exactly, what are the other numbers which are divisible only by 1 and the number itself? ഒരു സംഖ്യ ഒന്നുകൊണ്ടും അതേ സംഖ്യ കൊണ്ടും മാത്രം ഹരിക്കാവുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 1, 2, 3, 5, 7, 11 are such as numbers. Numbers other than 1 which are not divisible by numbers other than 1 and the number itself is called a prime numbers. 1, 2, 3, 4, 5, 7, 11 തുടങ്ങിയ സംഖ്യകളെല്ലാം ഒന്നും അതേ സംഖ്യയും ഒഴിച്ചുള്ള സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയാത്ത ഇത്തരം സംഖ്യകളിൽ ഒന്നൊഴികെയുള്ളവയെ അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ് എന്നാണ് വിളിക്കുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എന്താണ്? ഇത്തരം സംഖ്യകൾക്ക് ഒന്നും അതേ സംഖ്യയും മാത്രമേ ഘടകങ്ങളായി ഉണ്ടാവുകയുള്ളൂ. But the numbers 4, 6, 8, 9, 10 are divisible by numbers other than 1 and the number itself. Such numbers are called a composite number. 4, 6, 8, 9, 10 തുടങ്ങിയ സംഖ്യകളിൽ ഒന്നും അതേ സംഖ്യയും അല്ലാതെ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്നവയും ഇത്തരം സംഖ്യകളെ ഭാജ്യസംഖ്യകൾ അഥവാ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. 1 ഭാജ്യമോ അഭാജ്യമോ ആയി പരിഗണിക്കാറില്ല. 1 neither composite nor prime. Separate the following numbers into composite numbers and prime numbers. ചുവടെയുള്ള സംഖ്യകളെ ഭാജ്യ അഭാജ്യ സംഖ്യകൾ എന്ന് തരംതിരിക്കുക. കോമ്പോസിറ്റ് നമ്പേഴ്സ് ഏതൊക്കെ വരും ഇവിടെ? 9, 26, 45, 36, 48, 64, 51. Next, in prime numbers are 17, 23, 31, 29, 41, 51.
Find all prime numbers less than 100. Next topic, prime factors. അഭാജ്യ ഘടകങ്ങൾ. How can we express 10 as a product of different numbers? 10നെ ഏതെല്ലാം സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എങ്ങനെയെല്ലാം എഴുതാം? 1 into 10 എന്നും 10 into 1, 5 into 2, 2 into 5. ഇതുപോലെ 13നെയോ 1 into 13, 2 into 15, 3 into 10, 6 into 5, 2 into 3 into 5. Here 10 and 13 are expressed as a product of different numbers. 10നെയും 30നെയും വിവിധ സംഖ്യകളുടെ ഗുണനഫലമായി വ്യത്യസ്ത രൂപങ്ങളിൽ എഴുതാം. Then we can write these numbers as the product of prime numbers only. 10 is equal to 2 into 5 and 13 is equal to 2 into 3 into 5. Here 2 and 5 are the prime factors of 10. Similarly, 2, 3, 5 are the prime factors of 30. How can we write 24 as a product of prime numbers? 2 into 12, 2 into 6, 6 is equal to 2 into 3. We can write 24 is equal to 2 into 2 into 2 into 3. And 24 is equal to 2 into 2 into 2 into 3. Write the numbers up to 20 as a product of prime numbers and write the prime factor of each number. Perfect numbers. Find the sum of all factors of 6 except 6. It is itself. 6 is equal to 1 plus 2 plus 3. Numbers having its property are called perfect numbers. There is a one more perfect number less than 15. Find that perfect number. The next perfect number is 496. Highly composite numbers. Number factors. The number 2, 4, 6 have peculiarity. The number of factor 2 is more than the number of factor 1. Also, 4 has more factors than any smaller number. Such number are highly composite numbers. We can include 1 also the collection of highly composite numbers, which is the next highly composite number. Next topic, basic factors. How can we express 252 as a product of prime numbers? Here, the digit of one place is 2 and so 2 is a factor. To find the factor, other factors 252 divided by 252 divided by 2. 252, 2 into 126. 126, the digit one place is 6. 2 is a factor. 126 is equal to 2 into 63. The digit root of 63 is 9 and 3 is a factor of 9. 3 is a factor of 63. 63 is equal to 3 into 21. We write 21 is equal to 7 into 3. We can shorten as this. 2, 252, 2 multiply divide 126 and then അതിന്റെ factor 63, 3. അതിന്റെ factor 21 and 7. ഇതിന്റെ factor എങ്ങനെ കണ്ടുപിടിക്കാം? 252 is equal to 2 into 2 into 3 into 3 into 7. 252നെ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി എഴുതുക. ഇവിടെ ഒന്നിന്റെ സ്ഥാനത്തെ അക്കം ഇരട്ട സംഖ്യയാണ്, അതുകൊണ്ട് 2 ഒരു ഘടകമാണ്. മറ്റു ഘടകങ്ങൾ കണ്ടെത്താൻ എന്ത് ചെയ്യണം? 252നെ 2 കൊണ്ട് ഹരിച്ചു നോക്കും. അപ്പൊ എന്താണ്? 126 കിട്ടും. 2 into 126 is equal to 252. 126ന്റെ ഒന്നിന്റെ സ്ഥാനത്ത് ഏതാണ്? 6 ആണ്. 6ഉം ഇരട്ട സംഖ്യയാണ്, അപ്പൊ അതും 2ന്റെ ഘടകമാണ്. അപ്പം 126നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ഏത് കിട്ടും? 63 ലഭിക്കും. 2 into 63. 63ന്റെ ആകെ തുക എന്ന് പറയുന്നത് 9 ആണ്. 6 plus 3 equal to 9. 9ന്റെ ഘടകമാണ് 3. ഇതിൽ നിന്നും 3 ഒരു ഘടകമാണ് എന്ന് കാണാം. 63 is equal to എങ്ങനെയാ? 3 into 21. 21നെ 7 into 3 എന്നും എഴുതാമല്ലോ. അപ്പം ഇതിനെ ഹരണ രൂപത്തിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? 252 അപ്പം അതായത് 252 is equal to 2 into 2 into 3 into 3 into 7. നെക്സ്റ്റ് ടോപ്പിക്, ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ, വൻ പൊതുഘടകം. വാട്ട് ഈസ് ദ ഫാക്ടർ ഓഫ് 16? They are 1, 2, 3, 1, 2, 4, 8, 16. What about 12? 1, 2, 3, 4, 6 and 12. The factor common to 12 and 16 are 1, 2 and 4. 1, 2, 4 are called the common factors of 12 and 16. The largest among them is called 4. 4 and it is called highest common factor of 12 and 16. 16ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1, 2, 4, 8, 16.
അതുപോലെ 12ന്റെയോ 1, 2, 3, 4, 6, 12. ഈ സംഖ്യകൾ 12ന്റെയും 16ന്റെയും പൊതുഘടകങ്ങളാണ്. 1, 2, 4 എന്നിവ. പൊതുഘടകങ്ങൾ ഏറ്റവും വലിയവന് 4 ആയതുകൊണ്ട് അതിനെ 4നെയും 12ന്റെയും 16ന്റെയും വൻ പൊതുഘടകം ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നു. ഇതിനെ മറ്റൊരു രീതിയിലും കാണാം. 16നെയും 12നെയും അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി എഴുതാൻ അറിയാമല്ലോ. 16 is equal to 2 into 2 into 2, 12 is equal to 2 into 2 into 3. Then, what are the common numbers among prime factors of 12 and 16? 2. 2 and 2. So, highest common factor of 12 and 16 is equal to 4. How do you find the highest common factor of 24 and 18? You know that 24 as a product of prime numbers. Then 24 is equal to 2 into 2 into 2 into 3. 18 is equal to 2 into 3 into 3. From these, find the common factors of 24